ഹലോ മക്കളെ, അപ്പൊ സെറ്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോർഷൻ ആണ് വെൻ ഡയഗ്രം എന്ന് പറയുന്ന പോർഷൻ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, മിസ് വെൻ ഡയഗ്രം ഇങ്ങനെ പഠിക്കുക, അത് ഡിഫിക്കൽട്ട് ആണോ ചോദിക്കാറുണ്ട്. ഡിഫിക്കൽട്ട് ഒന്നുമല്ല, അത് പഠിക്കേണ്ടത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഈസി. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ചാപ്റ്റർ പഠിച്ചു, റിവിഷൻ കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വെൻ ഡയഗ്രത്തിൽ മാത്രം ഡിസ്കസ് ചെയ്യാം. സോ പോകുന്ന മക്കളെ, വെൻ ഡയഗ്രത്തിലേക്ക് ആക്ച്വലി എന്താണ് ഇതിന്റെ മീനിങ്? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഡയഗ്രാം ആണ് ഉപയോഗിച്ചിട്ടാണ്. ആ ഡയഗ്രത്തിനെ വിളിക്കുന്ന പേരാണ് വെൻ ഡയഗ്രാം. മെയിൻലി എന്താണ്? സെറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണ് എന്ത്? വെൻ ഡയഗ്രാം. അതൊരു ഇംഗ്ലീഷ് ലൊജീഷ്യൻ ആയിട്ടുള്ള ജോൺ വെൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് വെൻ ഡയഗ്രാം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തില് വെൻ ഡയഗ്രത്തിൽ മക്കൾ കാണും റെക്ടാങ്കിൾസും കാണാറുണ്ട്, സർക്കിൾസും കാണാറുണ്ട്. ഇത്തരത്തില് റെക്ടാങ്കിൾസ് കാണിക്കുന്നത് ആരെയാണ്? റെക്ടാങ്കിൾസ് എന്ന് പറയുന്ന ആള് കാണിക്കുന്നത് മക്കളെ യൂണിവേഴ്സൽ സെറ്റിനെയാണ്. എന്താ വിളിക്കുക? റെക്ടാങ്കിൾ കാണിക്കുന്നത് ആരെയാണ് മക്കളിതാ? യൂണിവേഴ്സൽ സെറ്റിനെയാണ് കാണിക്കാൻ. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഉള്ളിലുള്ള ക്ലോസ്ഡ് കർവ്സ്, അത് യൂഷ്വലി സർക്കിൾസ് തന്നെയായിരിക്കും. ആ സർക്കിൾസ് കാണിക്കുന്നത് ആരെയാണ്? സബ്സെറ്റുകളെയാണ്. ആരെ കാണിക്കുക? സബ്സെറ്റുകളെ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടും സർക്കിൾസ് എന്ന് പറയുന്ന സബ്സെറ്റിനെ കാണിക്കുന്നതുമായിരിക്കും. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന, ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ മക്കൾ കണ്ടല്ലോ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലാണ് ആരുള്ളത്? എന്റെ എ എന്ന് പറയുന്ന സെറ്റ് ഉള്ളത്. അതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പം എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? എ എന്ന് പറയുന്ന ആള് യുവിലുള്ള ആളാണ്. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? യുവിൽ ഓൾറെഡി ഉള്ള എലമെന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. മിസ് എന്ത് ചെയ്യാം? റോസ്റ്റർ ഫോമുല രണ്ടിനും എഴുതി കാണിക്കാം. അതായത് ഇവിടെ നിങ്ങൾ പിക്ചറിലേക്ക് നോക്കുക. എന്റെ യുവില് ആരൊക്കെ ഉണ്ടെന്ന് മാത്രം പറയാം. ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാനായിട്ട്. യു എന്ന് പറയുമ്പോൾ മക്കള് റെക്ടാങ്കിൾ ആയിട്ടുള്ള ഷേപ്പാണ്. ആ റെക്ടാങ്കിളിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുക? ഒന്ന് പെറുക്കി എടുത്ത് എഴുതി വെക്കുക. ആരൊക്കെ ഉണ്ട് റെക്ടാങ്കിളിന്റെ ഉള്ളില്? 1 ഉണ്ട്, 2 ഉണ്ട്. ഇതിനുള്ള റെക്ടാങ്കിളിന്റെ ഉള്ളിലുള്ള എല്ലാവരും എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് 10 വരെ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേടാ? ഇതെന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാരാണ്. നെക്സ്റ്റ് മക്കൾ ചോദിക്കുന്നത് എയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? സെറ്റ് എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് എ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ആരൊക്കെയുണ്ട്? 2, 4, 6, 8, 10. അപ്പൊ അവര് മാത്രം എഴുതി വെക്കുക. മനസ്സിലായോ? ഇനി മക്കൾ നോക്കുക. എയിലുള്ള എലമെന്റ്സ് 2, 4, 6, 8, 10 ആണ്. ആൻഡ് യുവിലും എന്തുണ്ട്? ഇതേ എലമെന്റ്സ് ഉണ്ട്. എയിലുള്ള എല്ലാ എലമെന്റ്സും യുവിൽ ഓൾറെഡി ഉള്ള എലമെന്റ്സ് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ള യുവിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് കാര്യമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ അല്ലേ? സെക്കൻഡിലേക്ക് പോകുമ്പോൾ മക്കളെ ഫിഗർ മാറി. എ മാത്രമല്ല ബിയും കാണുന്നുണ്ട്. സെറ്റുകൾ എയും ബിയും കാണുന്നുണ്ട്. പുറത്ത് ആരുണ്ട്? യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇവിടെ മക്കളൊന്ന് എഴുതി കാണിച്ച് എന്റെ യൂണിവേഴ്സൽ സെറ്റിൽ ആരൊക്കെയുണ്ട്? ആ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ പെടുന്ന എല്ലാരെയും എഴുതാം. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ എഴുതാൻ പറ്റും നമുക്ക്. എ എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ഫസ്റ്റ് സർക്കിൾ മക്കളെ എ ആണ്. എ എന്ന് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് സർക്കിൾ എന്താടാ? ഉള്ളിലുള്ള ചെറിയ സർക്കിൾ ആണ് എന്താ? ബി എന്ന് പറയുന്നത്. സോ എയിലുള്ള എലമെന്റ്സ് എഴുതുമ്പം ഈ കാണുന്ന സർക്കിളിന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സും എഴുതാൻ പറ്റും. അത് മൊത്തം എന്താണ്? എ ആണ്. ഇപ്പൊ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരെയും എടുത്ത് എഴുതി വെക്കാം. നെക്സ്റ്റ് ഉള്ളത് ആരാണ്? ബി ആണ്. ആ പുറത്തേക്കുള്ളത് ഏറ്റവും ഉള്ളിലുള്ള സർക്കിൾ ആണ് മക്കളെ ആര്? ബി എന്ന് പറയുന്ന ഈ കുട്ടി സർക്കിള്. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആകെ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്? 4ഉം 6ഉം മാത്രമാണ്. സോ മക്കൾ എന്ത് ചെയ്യുക? ബി ഈസ് ഈക്വൽ ടു 4, 6 എന്ന് എഴുതാം.
ഓൾറെഡി മക്കൾ പറഞ്ഞു കഴിഞ്ഞു. എ എന്ന് പറയുന്ന ആള് യൂണിവേഴ്സൽ സെറ്റിന് എന്താണ്? സബ്സെറ്റ് ആണ്. ഈ പറയുന്ന ബിയും എന്താണ്? ബിയിലുള്ള എല്ലാ എലിമെന്റ്സും യുവിലുണ്ട്. 4ഉം 6ഉം യുവിലുണ്ട്. ബിയും എന്താണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ യുവിന്റെ ഉള്ളിലായിട്ട് എയും ബിയും വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ബിയിലുള്ള എലമെന്റ്സ് ആയിട്ടുള്ള 4ഉം 6ഉം എവിടെ ഓൾറെഡി ഉണ്ട് മക്കളെ? എയിൽ ഓൾറെഡി ഉണ്ട്. ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത കാര്യം? ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. ഒരുപാട് പേര് ചോദിക്കും എൻ്റെ അടുത്ത്, മിസ് ഫസ്റ്റ് എ വരച്ചു പിന്നെ ബി വരച്ചു, എന്തുകൊണ്ട് ആദ്യം ബി വരച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള സർക്കിൾ എ കൊടുത്തില്ല? അതിന്റെ റീസൺ ഇത് മാത്രമാണ്. ഹിയർ ബി ആണ് എയുടെ എന്ത്? കുട്ടി, അല്ലെങ്കിൽ ബി ആണ് എന്ത്? എയുടെ സബ്സെറ്റ്. ബിയിലുള്ള എല്ലാ എലിമെന്റ്സുമാണ് എയിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഫിഗർ ഇങ്ങനെ വന്നത്, ഡയഗ്രാം ഇങ്ങനെ വന്നത്. നമ്മളിങ്ങനെ ഒരുപാട് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ബൈ ഹാർട്ട് പഠിക്കാതെ എൻ്റെ മക്കൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അതർവൈസ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. വെൻ ഡയഗ്രാം ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് മാത്രമാണ്. ബൈ ഹാർട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ ഫോർ മാത്തമാറ്റിക്സ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. കേട്ടോ, ഭയങ്കര ഈസി ആയിരിക്കും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ മാത്രം. സോ മൂവിങ് ടു നെക്സ്റ്റ് വെൻ ഡയഗ്രാം. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ അവർ തന്നെ NCERT ബുക്കിൽ പ്രത്യേകം പറയുന്ന 2 വെൻ ഡയഗ്രാം ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് എ യൂണിയൻ ബി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അതായത് മക്കളെ, മിസ് പറഞ്ഞല്ലോ, ഒരു സെറ്റിന്റെ കാര്യമല്ല 2 സെറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. എയും ബിയും ഉണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു റെക്ടാങ്കിൾ വരച്ചു. റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? യൂണിവേഴ്സൽ സെറ്റിനെയാണ്. പിന്നെ ഉള്ളിൽ ആരുണ്ട് മക്കളെ? എൻ്റെ എ കാണുന്നുണ്ട്. അതേപോലെ എൻ്റെ ആരുണ്ട്? ബിയും ഉണ്ട്. എയും ബിയും. എ യൂണിയൻ ബി എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. എ യൂണിയൻ ബിയിൽ എയിലും ബിയിലുമുള്ള എല്ലാ എലിമെന്റ്സും എന്ത് ചെയ്യുക? ഒരുമിച്ചെടുത്തങ്ങ് എഴുതുക. എയും ബിയും എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. അതുകൊണ്ടാണ് വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എയും ബിയും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അങ്ങോട്ടങ്ങ് പോയിട്ട് കമ്പൈൻ ചെയ്യാറുണ്ട്. മനസ്സിലായോ? ആ പച്ച കളറിൽ വരച്ചിരിക്കുന്ന ആ 2 സർക്കിളിന്റെ മൊത്തം പോർഷൻ എന്താണ്? എ യൂണിയൻ ബിനെ കാണിക്കുന്ന പോർഷനാണ്. മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞു നിങ്ങളെടുത്ത് മക്കളെ ഓടിപ്പോയിട്ട് എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യും നിങ്ങള്? ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പം എന്താണ് മക്കളെ? 2ലും കൂടെ കോമൺ ആയിട്ടുള്ള ഏരിയ മാത്രം മതി. അതായത് എയിലും ബിയിലും 2ലുമുള്ള പോർഷൻ, 2ലും കോമൺ ആയിട്ടുള്ള പോർഷൻ, ഇതെന്റെ എ ഇതെന്റെ ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. 2ലുമുള്ള കോമൺ പോർഷൻ, 2ലുമുള്ള പോർഷൻ എന്ന് പറയുമ്പം ഈ എയിലും ഈ ബിയിലും 2ലും ഉള്ളതെന്ന് പറയുന്നത് ഈ കാണുന്ന ചെറിയ പോർഷൻ മാത്രമല്ലേടാ. അതുകൊണ്ട് നമ്മൾ നോക്കുന്നു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കളർ മാറ്റാം അല്ലെ. ഈ കാണുന്ന കളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ചെയ്യുന്നു. ആ ഒരു ചെറിയ പോർഷനാണ് മക്കളെ എന്ത്? നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കട്ടെ എല്ലാവർക്കും. സോ മക്കളെ, എ യൂണിയൻ ബി സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? സെറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത കാര്യം മിസ് പറയാൻ പോകുന്നത് എ മൈനസ് ബിയും ബി മൈനസ് എയുമാണ്. ഞാൻ സെപ്പറേറ്റ്ലി വരച്ച് കാണിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ്ലി ഒന്ന് വരയ്ക്കാം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കഴിഞ്ഞു, എ യൂണിയൻ ബി കഴിഞ്ഞു. നമുക്ക് എ മൈനസ് ബി വേണം. സോ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, വരക്കുമ്പം എയും ബിയും ഇങ്ങനെ വരക്കുന്നു. ഇതെന്താണ്? എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് ആണ്. എ മൈനസ് ബി ആണ് ആവശ്യം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എ മൈനസ് ബി എന്ന് പറയുമ്പം എയിൽ നിന്നാണ് കുറയ്ക്കുന്നത്. എയിൽ നിന്ന് എന്ത് കുറക്കണം? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ എയിൽ നിന്ന് കുറക്കുക. ഓക്കെ, വൺസ് മോർ. എ മൈനസ് ബി എന്ന് പറയുമ്പം എയിൽ നിന്ന് കുറക്കണം. ആരെ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ എന്റെ ഫിഗറിലേക്ക് നിടുക. ഇതെന്റെ എ ആണ്. ഇതിൽ നിന്ന് ആരെ കുറക്കണം? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ, വിച്ച് മീൻസ് എ ഇന്റർസെക്ഷൻ ബിയുടെ പോർഷൻ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇത് വലിയൊരു എ ആണ്. അവിടെ നമ്മൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഈ പോർഷൻ കുറക്കുമ്പം ബാക്കി എത്ര മാത്രം നമുക്ക് കാണുള്ളൂ? ഈ കാണുന്ന ഇത്രയും പോർഷൻ മാത്രമാണ് മക്കളെ എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ. വെരി നൈസ് അല്ലേ? ഇപ്പൊ ഈസി അല്ലേ? അടുത്ത കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇതേപോലെ മക്കളുടെ അടുത്ത് മിസ് പറയുവാണ്, മക്കളെ നിങ്ങൾ ഓടിപ്പോയിട്ട് ബി മൈനസ് എ വരക്കാൻ വേണ്ടി പറയുവാണ്. ബി മൈനസ് എ, നിങ്ങൾ എയും ബിയും വരക്കുന്നു. അത് സിമ്പിൾ ആണ്.
യൂണിവേഴ്സൽ സെറ്റ് കാണിക്കുന്നു. ബി മൈനസ് എ എന്ന് പറയുമ്പം ആരിൽ നിന്ന് കുറക്കണം? ബിയിൽ നിന്ന് കുറക്കണം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷൻ എവിടെ നിന്ന് കുറക്കണം? ബി എന്ന് കുറക്കണം. ഇതാണ് എന്റെ സെറ്റ് ബി എന്ന് പറയുന്നത്. ബി എന്ന് എയും ബിയും കോമൺ പോർഷൻ എന്ന് പറയുന്നത് ഇതായത് കൊണ്ട് ഇത് കുറക്കണം അല്ലേ? എ ഇന്റർസെക്ഷൻ ബി കുറക്കണം. അപ്പൊ നമുക്ക് എത്ര ഉണ്ടാവുക? ഈ കാണുന്ന ഇത്രയും പോർഷൻ മാത്രമാണ് മക്കളെ ബി മൈനസ് എ വരിക. നിങ്ങൾ കുറക്കുന്നത് എവിടെ നിന്ന് മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബി എന്ന് കുറക്കാൻ നിൽക്കരുത്, എ തന്നെ കുറക്കണം. ഇത് ബി മൈനസ് എ ആയതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഓടിപ്പോയിട്ട് ബി എന്ന് കുറക്കാൻ സാധിക്കും. സെറ്റാണ് മക്കളെ. അടുത്ത കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും ക്ലിയർ അല്ലേ? ഇത് തന്നെയാണ് ഓൾറെഡി ഫിഗറിൽ പറയുന്ന കാര്യം, ഇത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. നെക്സ്റ്റ് പറഞ്ഞത് വാട്ട് യു മീൻ ബൈ എ കോംപ്ലിമെന്റ്. എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയുടെ മേലെ ഒരു വരയിട്ട് കൊടുക്കുക. അതായത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും പക്ഷെ എവിടെ ഇല്ലാത്തതും? എയിൽ ഇല്ലാത്തതും അല്ലെ? അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട് പക്ഷെ എവിടെ ഇല്ല? എയിൽ ഇല്ല. അതായത് എയിൽ ഉണ്ടാവരുത് പക്ഷെ എവിടെ ഉണ്ടായിരിക്കണം? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. എയിൽ ഇല്ലാത്ത യുവിലുള്ള പോർഷൻ എന്ന് പറയും മക്കളെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻസ് മാത്രമേ വരുള്ളൂ. എ മാത്രം ബ്ലാങ്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? അവരെ പറ്റില്ല. അതൊഴിച്ചുള്ള യുവിലുള്ള മൊത്തം പോർഷനും ആയിരിക്കും എന്ത് പറയാ? എ കോംപ്ലിമെന്റ്. യുവെന്ന് എ ഒഴിവാക്കുക. അതായത് യുവിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോർഷനാണ് എ കോംപ്ലിമെന്റ്. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൻ ഡയഗ്രം മിസ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയുവാണ്. ഇതാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് ഡിസ്ജോയിന്റ് സെറ്റിന്റെ വെൻ ഡയഗ്രം എങ്ങനെയാ വരികയെന്ന്. ഒരു കാര്യം ആലോചിക്കുക, ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? അവർ തമ്മിൽ എന്താ പറയാ, ഒരു കണ്ട് പരിചയം പോലും ഉണ്ടാവില്ല. ഒരു കണ്ട് പരിചയത്തിന്റെ ഒരു കാര്യം പോലും ഒരു കാണിക്കില്ല. അവർ എൻറ്റോളി ഡിഫറെന്റ് ആണ്. എയും ബിയും എന്താണ്? രണ്ടും വേറെ വേറെ നിൽക്കുന്ന ആൾക്കാരാണ്. ദേ ആർ ഡിസ്ജോയിന്റ് ആണ് അല്ലെ? എവിടെയും കണ്ട് പരിചയം പോലും കാണിക്കാത്ത രണ്ട് സെറ്റുകളാണ് എയും ബിയും എന്നുണ്ടെങ്കിൽ ദേ ആർ ഡിസ്ജോയിന്റ്. അതായത് അവർ തമ്മിൽ ഒരു സ്പേസ് പോലും അല്ലെങ്കിൽ ഒരു എലമെന്റ് പോലും എന്ത് ചെയ്യുന്നില്ല? കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. വിച്ച് മീൻസ് എ ഇന്റർസെക്ഷൻ ബി മക്കൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതെന്താ കിട്ടുക? 5 ആണ് കിട്ടുക, ഓർ നൾ സെറ്റ് ആണ് കിട്ടുക. അതായത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്, ഒരു എലമെന്റ് പോലും കോമൺ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള എയും ബിയും സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം വെൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെ കൂട്ടി അങ്ങ് വരയ്ക്കേണ്ട ആവശ്യമില്ല. എയും ബിയും എ വേറെ തന്നെ വരയ്ക്കുക, ബി വേറെ തന്നെ വരയ്ക്കുക. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി ആൻഡ് ദേ ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഇനി നമുക്ക് മറ്റ് വെൻ ഡയഗ്രം പരിശോധിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ NCERT ബുക്കിലും എക്സസൈസിലും ആയിട്ട് ഒരുപാട് വെൻ ഡയഗ്രം കണ്ടു കാണും. പ്രത്യേകിച്ച് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കൈൻഡ് ഓഫ് എന്ത് ചെയ്യണം? വെൻ ഡയഗ്രംസ് പഠിച്ചെടുക്കണം. സോ മിസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെൻ ഡയഗ്രം മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ തന്നെ. അതായത് ഫസ്റ്റ് വെൻ ഡയഗ്രം പറയുന്നത് മറ്റൊന്നുമല്ല, എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ആണ്. ഓൾറെഡി മിസ് വരച്ചു കഴിഞ്ഞു. എന്താണ് മക്കളെ എ യൂണിയൻ ബി എന്ന് പറയുന്നത്? ഞാൻ വീണ്ടും വരച്ച് കാണിക്കണോ? എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഓൾറെഡി എന്ത് ചെയ്തു? മിസ് വരച്ചു കഴിഞ്ഞ കാര്യമാണ്, മക്കൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്താ? ഇതാണ് എ യൂണിയൻ ബി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം യുവിലുള്ളതും എയിലില്ലാത്തതുമാണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും. അതായത് എ യൂണിയൻ ബിയുടെ ഓൾ കോംപ്ലിമെന്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഷെയ്ഡഡ് പോർഷൻ ഒഴികെയുള്ള യുവിലുള്ള ബാക്കി എല്ലാ പോർഷനും മക്കൾ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ മതി. എ യൂണിയൻ ബി അല്ല നമുക്ക് ആവശ്യമുള്ളത്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. അതായത് ഇത് എ, ഇത് ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഇത് മൊത്തം എന്താ മക്കളെ? എ യൂണിയൻ ബി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ഒഴികെയുള്ള യുവിലുള്ള ബാക്കിയുള്ള മൊത്തം പോർഷൻ ആണ് എന്ത് പറയാ? എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഈ പോർഷൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പഠിച്ചെടുക്കാനായിട്ട്. ബൈ ഹാർട്ട് ചെയ്യാതെ പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്. ട്രസ്റ്റ് മീ, ദിസ് ഇസ് വെരി നൈസ്. കേട്ടോ, ഇതെന്താണ്? എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ്. രണ്ട് തവണ വ്യത്യാസം മക്കൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് വ്യത്യാസം. എ യൂണിയൻ ബി ഇങ്ങനെയാണ്, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി രണ്ടാമത്തെ വെൻ ഡയഗ്രത്തിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മക്കൾ ഇതാ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഇത് പല രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും ഈസി എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ ഡി മോർഗൻസ് ലോ പഠിച്ചവരാണ്.
മക്കളെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് തന്നെയാണ്. അതായത് തൊട്ട് മുന്നേ കാണിച്ച സെയിം സാധനം തന്നെയാണ് ഇപ്പൊ കാണിക്കേണ്ടത്. അതായത് ഡി മോർഗൻസ് ലോ പ്രകാരം എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്കറിയാം. അപ്പൊ നമ്മളിത് കാണുമ്പോൾ ഓവറായിട്ട് കൺഫ്യൂസ് ആവാനോ ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡി മോർഗൻസ് ലോ പഠിച്ചവരാണെങ്കിൽ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഗ്രാഫ് എന്ത് ചെയ്യുന്നുടാ, അതേപോലെ അങ്ങ് ഓടിപ്പോയിട്ട് വരച്ചു വെക്കുന്നു. വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് തേർഡ് വെൻ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ തന്നെ. തേർഡ് വെൻ ഡയഗ്രാം പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. എ ഇന്റർസെക്ഷൻ ബിയുടെ ഗ്രാഫ് മിസ് പഠിപ്പിച്ചു. തൊട്ട് മുന്നേ ഞാൻ പഠിപ്പിച്ചതാണ്. എ ഇന്റർസെക്ഷൻ ബി എവിടെ പോയി? യെസ്, ദിസ് ഇസ് മൈ എ ഇന്റർസെക്ഷൻ ബിയുടെ ഗ്രാഫ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം എന്താ ചെയ്യേണ്ടത്? നേരെ ഉൾട്ടയാണ്, നേരെ തിരിഞ്ഞു വരും അല്ലെ. അതായത് എ ഇന്റർസെക്ഷൻ ബി ഇതാണെങ്കിൽ ഒരു മിനിറ്റ് ചെറുതാക്കട്ടെ. ഇത് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ യുവിന് എ ഇന്റർസെക്ഷൻ ബി ഇല്ലാത്ത ബാക്കി പോർഷൻ ആണ് എന്ത് പറയാ? എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ്. യുവിലുള്ളതും എവിടെ ഇല്ലാത്തതും എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോർഷൻ. സോ മക്കൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ഗ്രാഫ് വരയ്ക്കുന്നു. അവിടെ കുറച്ച് വൃത്തിക്ക് വരക്കുക കേട്ടോ. ഓക്കെ, ഗ്രാഫ് മിസ് വരയ്ക്കുന്ന പോലെ കുറച്ച് വൃത്തിക്കൊക്കെ വരക്കുക. ഇത് എ, ഇത് ബി ആണ്. ഓക്കെ, ഇത് എ, ഇത് ബി ആണ്. മിസ് എന്താ പറഞ്ഞത്? എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് പറയുമ്പോൾ ഈ കാണുന്ന പോർഷൻ ഒഴികെ ബാക്കിയുള്ള മൊത്തം പോർഷനും എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. ഈ കാണുന്ന ഈ പോർഷൻ ഒഴികെ യുവിലുള്ള ബാക്കി എല്ലാ പോർഷനും നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. ഇതാണ് എന്ത് വരിക? എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് വരിക. നല്ല വൃത്തിയായിട്ട് മക്കൾ എന്ത് ചെയ്ത് കാണിക്കുക? ഷെയ്ഡ് ചെയ്ത് കാണിക്കുക കേട്ടോ. ഷെയ്ഡിങ് എന്ത് ചെയ്യരുത്? നീറ്റ് അല്ലാതെ ചെയ്യാൻ പാടില്ല, നീറ്റായിട്ട് മാത്രം ചെയ്യാം. ഈ കാണുന്ന ഈ സെന്റർ പോർഷൻ ഒഴികെ യുവിലുള്ള ബാക്കി എല്ലാ പോർഷനും എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഫോർത്ത് വെൻ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പം ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് വെൻ ഡയഗ്രാം ആണ്. സോ ഞാനിത് ആക്ച്വലി ഇത് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കാണിക്കുവാണ്. ഇത് മക്കൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പേടിക്കണ്ട. നമുക്ക് വെൻ ഡയഗ്രാം രീതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ട് ഡി മോർഗൻസ് ലോ അറിയാലോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം അത് ഡി മോർഗൻസ് ലോ പ്രകാരം എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് ആണ്. അതല്ലേടെ തൊട്ട് മുന്നേ വരച്ചിരിക്കുന്നത്, അതാണ് വരച്ചിരിക്കുന്നത് തൊട്ട് മുന്നേ. അപ്പൊ അതെന്ത് ചെയ്താൽ മതി? അതെങ്ങനെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നേരത്തെ വരച്ചിരിക്കുന്ന സെയിം സാധനമാണ്. They are only using De Morgan's law here. അപ്പൊ നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻസ് മാറ്റുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ കൺഫ്യൂസ് ആവാൻ വേണ്ടി പാടില്ല. നമുക്ക് De Morgan's law അറിയുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. സോ മക്കളെ, ഇത്രയുമാണ് വെൻ ഡയഗ്രാംസിന്റെ പോർഷൻസ് വരുന്നത്. മിസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ അതിങ്ങനെ അതങ്ങനെ ഇതിവിടെ ഷെയ്ഡ് ചെയ്യണം എന്നിങ്ങനെ പഠിച്ചു വെക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് എപ്പോഴും. സോ അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബിക്കോസ് വെൻ ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ. നല്ലോണം പഠിക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ. ബൈ.